ഗൈസ് ഇത്രേ ഉള്ളു കേട്ടോ ഇവിടുത്തെ സംഭവം. ഇതാ ഇവിടെ വെച്ച് ഗേറ്റ് അടച്ച്. ഇനി ഞങ്ങൾ തിരിച്ച് ആ സ്കൈ വാക്ക് ചെന്നിട്ട് അവിടെ നിന്ന് വീണ്ടും മലയുടെ മുകളിലോട്ട് കയറാൻ പോവാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇതെല്ലാം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ. ഈ റിസോർട്ട് വേൾഡ് ജെൻഡിങ് ഐലൻഡ് റിസോർട്ടൊക്കെ പണിഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹത്തെ കുറിച്ചാണ് അവിടെ മൊത്തം എഴുതിയിരിക്കുന്നത്. ടാൻസ് ടറ്റോസെറി റിസോർട്ട് വേൾഡ് ജെൻഡിങ് ചിൻചി ടു ടെമ്പിൾ. നമ്മളവിടെയൊക്കെ ഓരോ അമ്പലവും ഫൗണ്ടേഷനൊക്കെ ഓരോരുത്തർ പണിയത്തില്ല. അതുപോലെ ഇവിടെ വന്ന് ഇദ്ദേഹമാണ് ഇത് മൊത്തം ഈ ഐലൻഡ് മൊത്തം ഡെവലപ്പ് ചെയ്തത്. ജെറ്റിംഗ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അങ്ങനെ ഞങ്ങൾ ചീച്ചോ ടെമ്പിളിലേക്ക് വിട പറഞ്ഞു. ഞങ്ങൾ നേരെ ഗെറ്റിംഗ് ഐലൻഡിലേക്ക് ഇവിടെ നിന്ന് ഒരു ക്രാബ് ടാക്സി ബുക്ക് ചെയ്ത് നേരെ കേബിൾ കയർ വഴി ഞങ്ങൾ പോകാൻ പോവാണ്. നമ്മുടെ നാട്ടിലെ സെയിം ഇന്നോവ കാറിൻ്റെ അകത്താണ് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൈ വേ കൗണ്ടർ കേബിൾ കാറിലോട്ട് ഞങ്ങൾ പോവാണ്. അതാണ് എയർപോർട്ടാണെങ്കിൽ ചെക്കിങ് കൗണ്ടറൊക്കെ ഉണ്ട്. കണ്ട എയർപോർട്ടാണെങ്കിൽ ചെക്കിങ് കൗണ്ടർ എല്ലാം ഉണ്ട്. കഴിഞ്ഞ് ചുമ്മാ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങ് പോവാം. പക്ഷെ അതല്ല, ഇത് ശരിക്കും എയർപോർട്ടിൽ പോകുന്നതൊക്കെയുള്ള സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത്. ടിക്കറ്റ് കിയോസി വേണം വാങ്ങിക്കാണ്. കിയോസ് ഇവിടെ എല്ലാ കൗണ്ടർ സെൽഫ് സർവീസ് ടിക്കറ്റേ ഉള്ളൂ. ഇവിടെ കിയോസിലാണ് ഇവർ സെറ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ കിയോസിലോട്ട് വരാൻ പോവാണ്. സെൽഫ് സർവീസിങ് ടിക്കറ്റ് എൻട്രൻസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് അറിയാൻ വയ്യ. നമ്മൾ ഇതിലോട്ട് ടിക്കറ്റ് കൗണ്ടറിലോട്ട് വരിക. ടിക്കറ്റ് എടുക്കാൻ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഈ വെൻഡിങ് മെഷീനിൽ എടുത്ത് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എടുത്ത് വെക്കണം. ഇവിടെ കൗണ്ടറിൽ ചെന്ന് പൈസ കൊടുത്താൽ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടത്തില്ല. ആ ഒരു പ്രശ്നമുണ്ട്. ഒരു ദിവസം ടിക്കറ്റ് എടുത്താൽ നാളെ നമ്മൾ റിട്ടേൺ 72 hours വരെ ഇതിൻ്റെ റിട്ടേൺ ടിക്കറ്റ് നമുക്ക് കൈ വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതിലോട്ട് കയറാൻ പോവാണ്. നല്ല തിരക്കുണ്ട്. ഒരു ക്യാബിൻ്റെ അകത്ത് 5-6 പേര് കയറാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ കയറാൻ പോവാണ്. കറക്റ്റ് കേട്ടാ നമ്മുടെ ജഡായു പാറയിലെ അതേ സിസ്റ്റം. പെട്ടെന്ന് കയറിക്കോണം, ഇല്ലെങ്കിൽ ഭയങ്കര കുഴപ്പമാവും. ബ്ലോഗ് ചെയ്യുന്ന പരിപാടി ചിലപ്പോൾ നടക്കത്തില്ല. ഞാൻ ഈ കേബിളിൽ കയറിയിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചു. ഗൈസ്, അങ്ങനെ കേബിൾ കാറിൻ്റെ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഒന്ന് ഇവിടെ നിന്ന് നോക്കാം. ഇങ്ങനെ തരി ബാലൻസ്. നോ വെയിറ്റ് ബാലൻസ് ഇല്ല. നോ വെയിറ്റ് ബാലൻസ്. Weight balance is there? Weight balance, no. First time കേറിയപ്പോൾ പേടിയില്ലേ? Guys, കണ്ടില്ലേ ഞങ്ങൾ കേബിൾ കാറിലോട്ട് കയറി. മല കയറും തോറും ചെവിയൊക്കെ അടയുന്നു ഗൈസ്. ചെവിയൊക്കെ അടഞ്ഞു പോകുന്നു മല കയറും തോറും. ഒക്കെ ടയർഡായി പോയി. ടയർഡായി പോയി. ടയർഡാവില്ല. ഓക്കെ, കുട്ടൻ്റെ ചെവിയൊക്കെ അടയുന്നു. Guys, come on. ഇതാണ് ടെമ്പിൾ, ചിച്ചോ ടെമ്പിൾ. 2 മിനിറ്റ് പോലില്ല. നമ്മൾ വണ്ടിക്കകത്ത് വന്നപ്പോൾ 10-15 മിനിറ്റ് എടുത്ത്. പക്ഷെ ഇവിടെ സ്റ്റോപ്പ് വരാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മറ്റേ ഗ്രാബ് ടാക്സി പിടിച്ച് താഴോട്ട് പോയത്. ലഗേജ് വെക്കണ്ടായിരുന്നില്ല. ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഈ മിസ്റ്റേക്ക് പറ്റരുത്. നമുക്ക് ഈ കേബിൾ കാറിൽ തന്നെ ഈ ചിൻചി ടെമ്പിളിലോട്ട് വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഗിൽഡിങ് ഐലൻഡിലോട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മളത് വിചാരിച്ചില്ല. ഞങ്ങൾക്കിപ്പം ഞങ്ങൾ പിന്നെയും വന്ന് താഴോട്ട് വന്നിട്ട് വീണ്ടും കേബിൾ കയറി പിടിച്ചിട്ട് മുകളിലോട്ട് കയറുക.
下一站是坐落于海拔6000英尺高原上的云天缆车站， കറക്റ്റ് 您可由此通往主题乐园、购物商场及琳琅满目的餐饮店面。接下来，我们即将推测首个也是唯一一个荣获大马旅游艺术及文化部旅游品质保证博。 ഈ ഒരു വ്യൂ അടിപൊളിയാ കേട്ടാ. ഓക്കെ, ഇങ്ങനെ പൊന്തി പോകുന്നു, പൊന്തിയോ അടിപൊളി, നല്ല ഹൈറ്റ്. 我是要回去哪里？可以回那个要还 Guys, ഇതാണ് ഞങ്ങൾ ചെക്കിങ് ചെയ്ത ഹോട്ടൽ. തീം പാർക്ക് ഹോട്ടലാണ്. തീം ശരിക്കും തീമിന്റെ മോഡൽ ഇവരെല്ലാം ചെയ്തു. ഓക്കെ, തീം മോഡൽ. പേര് യഥാർത്ഥത്തിൽ സ്കൈ വേൾഡ് എന്നാ, പക്ഷെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ നമുക്ക് എഴുതിയിരുന്ന് തീം വേൾഡ്. ഞങ്ങൾ കുറെ കറങ്ങി, അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ റൂമിലോട്ട് വരാൻ പോവുകയാണ്. 3rd floor. Just press this one. Come on. റൂമിലെ പോയിട്ട് മനസ്സിലാക്കി അതല്ല 3409 ആണ് ഞങ്ങളുടെ റൂം നമ്പർ. ഇവിടെ നോക്കണം, ഞാൻ നോക്കുമ്പോൾ എല്ലാം താഴെ എഴുതി വെച്ചേക്കുന്നത് മാർക്ക് വെച്ച്. രണ്ടാമത് ആരെങ്കിലും എടുത്ത് മോഡിഫൈ ചെയ്തായിരിക്കും. 34. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ റൂമിലോട്ട് എത്തി. ഞങ്ങളുടെ റൂം നമ്പർ 3409. കാടുള്ള പോട് ഗൈസ്, ഇതാണ് തീം പാർക്ക് റെസ്റ്റോറന്റ്. ഓ മാൻ, പക്ഷെ എ സി ഇല്ല, ഫാൻ മാത്രമേ ഉള്ളൂ. അല്ല, ഇത് തണുപ്പുള്ള സ്ഥലമല്ലേ ഗൈസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് എ സി ഇല്ല. ഓ, ചെരുപ്പ് ഇടാനുള്ള റാക്ക്, പിന്നെ ദാ. ഗൈസ്, ഇത് കൊള്ളാം, ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ബാത്റൂം ഒരു സ്ഥലത്തില്ല, കുളിക്കുന്നത് ഒരു സ്ഥലത്തില്ല. ഞാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാത്റൂം ഒക്കെ കാണിച്ചു തരാം. ഗൈസ്, ഞാൻ കുളിക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇതാണ് ഷവർ. വെരി നീറ്റ് ആൻഡ് ക്ലീൻ ഗൈസ്, വെരി നീറ്റ് ആൻഡ് ക്ലീൻ. ഇതെന്തോ അറിയാൻ പോയത്. അത് ഓൾറെഡി ലോക്ക്, അപ്പുറത്തെ റൂമായിരിക്കും ചിലപ്പോൾ. It's the first time I am seeing a bunk bed, you know. The bunk bedroom in hostel we slept. ഞാൻ ഹോസ്റ്റലിൽ പഠിച്ച, മെഡ്രാസിൽ ഹോസ്റ്റലിൽ പഠിച്ചപ്പോൾ ഇങ്ങനെ ബങ്ക് ബെഡ് ആയിരുന്നു. കൊള്ളാം. Ayo. Go on, sir. Wait, this is for you. ഗൈസ്, ഇത് കണ്ട, ഇതെല്ലാം റൂം സർവീസ് ഇല്ല. നമ്മളെല്ലാം ഫുഡും ഇല്ല ഇവിടെ. ഫുഡ് അപ്പുറത്തെ ഹോട്ടലിൽ പോയി കഴിക്കണമെന്ന്. ഗൈസ്, ഹസ്നമോൾക്ക് പനിയടിച്ച് അങ്ങനെ ഹസ്നമോൾ കിടക്കുകയാണ്. നല്ല തണുപ്പ്. എല്ലാവരും പറഞ്ഞ് രാവിലെ അത്ര തണുപ്പില്ലായിരുന്നു. പക്ഷേ ഇത് ഞങ്ങളുടെ റൂമിൻ്റെ വിൻഡോ വ്യൂ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഓ മാൻ, തിരിഞ്ഞു ചക്ക വെച്ച് എന്നെ ചെയ്ത Right side. ഗൈസ്,
ഈ വ്യൂ കണ്ട, ഈ വ്യൂ ഭയങ്കര വല്ലാത്തൊരു വ്യൂ, കിട്ടില്ല വ്യൂ. ഓക്കെ, കേബിൾ കാറിൻ്റെ വ്യൂ. മഞ്ഞൊക്കെ വന്ന് ഇറങ്ങുകയാണ്. രാവിലെ അത്ര ഇതില്ലായിരുന്നു. ആ, ഇനിയിപ്പോൾ അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പോൾ ഞങ്ങൾ നേരെ മറ്റേ ഗെൻറ്റിൻ ഹൈലാൻഡിൻ്റെ മറ്റേ ഷോപ്പിംഗ് കോംപ്ലക്സിലോട്ട് പോവുക. അപ്പോൾ അവിടെ പോയിട്ട് വന്നിട്ട് ഞാൻ വിശേഷങ്ങൾ പറയാം. ഹോട്ടലിൻ്റെ ലോബിയാണിത്. ശരിക്കും ഒരു തീം പാർക്കിൻ്റെ മോഡലിൽ തന്നെയാണ് അവർ ആ ലോബിയൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. മാക്സിമം ചിൽഡ്രൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അവർ ചെയ്തു വെച്ചേക്കുന്നത്. വളരെ ഭംഗിയുണ്ട് ഇത്. പിന്നെ അർജിത്തും മക്കളൊക്കെ ആ ഒരു നഴ്സറി ഏജ് കഴിഞ്ഞുകൊണ്ട് അവർ ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇത് വളരെ സൈലൻ്റായിട്ട് കിടക്കുക കേട്ടോ. ഇന്ന് തീം പാർക്ക് അവധിയാണ്. അത് നമുക്ക് അബദ്ധം പറ്റിപ്പോയി. വരേണ്ട സമയം ഇപ്പോഴെല്ലാവരും. നമ്മൾ അകത്തോട്ട് പോകാൻ പോവാം. റൈസ് ഫൗണ്ടൻ. ഇതാണ് ഇവിടുത്തെ സ്കൈ വേൾഡ് തീം പാർക്ക്. ഇവിടെ കാസിനോ ഉണ്ട്, കാസിനോ. അത് പിള്ളേർക്കൊന്നും എൻട്രി ഇല്ല, ഓൺലി ഫോർ ബിഗ് പീപ്പിൾ. എന്ത് ഭംഗിയാണ് നോക്കി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടൂറിസ്റ്റ് സീസൺ അല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ അവധിയാന്ന് തോന്നുന്നു. ഹോട്ടലിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കണക്ടിവിറ്റി ഉണ്ട്. ഇങ്ങനെ ഹർജിത്താണ് ഈ വഴി കാണിച്ചു തന്നു. ഭയങ്കര തണുപ്പ് കേട്ടോ ഗൈസ്. പക്ഷെ ഞാൻ ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഡെനിമിൻ്റെ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇൻഡോർ തീം പാർക്ക് മാത്രമേ ഉള്ളൂ ഓപ്പൺ. ബാക്കി എല്ലാം ഇന്ന് അവധിയാണ്. ഓക്കെ, ദിസ് എൻട്രൻസ് ഈസ് എക്സ്ക്ലൂസീവ് ഫോർ റിസോർട്ട് വേൾഡ് ജെൻറ്റിംഗ് ഹൗസ് ഗസ്റ്റ്. അല്ല, ഔട്ട്സൈഡേഴ്സിന് അലൗഡ് അല്ല. ഓക്കെ ഗൈസ്, ബോക്സ് ഓഫീസ് ടിക്കറ്റ് സിനിമ. ഏത് പടം? മൂവി, കൊറിയൻ മൂവിയാണ്. മൂവീസ് ഇവിടെ മൊത്തം സിനിമ. ഇഷ്ടം പോലെ ഫുഡ് കോർട്ടുണ്ട്. ഫുഡ് കോർട്ടാണിത്. ഫ്രൂട്ട്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഫ്രൂട്ട്സ് ഓക്കെ, അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കും. പേരയ്ക്ക, പപ്പായ, ഡ്രാഗൺ ഫ്രൂട്ടോ മാൻ, പൈനാപ്പിൾ, അടിപൊളി. സ്മൂത്തി, ചായ, ഫ്രഷ് ജ്യൂസ്, റോസ് മിൽക്ക് മാൻ, അവൈലബിൾ ഫ്രം June 20. ഇതെന്തുവാ ഗൈസ്? ഇതെന്തോ വലിയ പാമ്പ് വല്ലതാണ്. നിങ്ങൾക്ക് വല്ല അറിയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. വലിയ പാമ്പാണ്. What is that? What is that? Like this? This? Oh, tea. Pure tea. Pure tea. Pure tea കേട്ടാ ഗൈസ്. തേയില കേട്ടാ. ഞാൻ വിചാരിച്ചു വല്ല പാമ്പോ വലിയ വല്ല ആയിരിക്കും. പ്യൂർ ടീ. നമ്മളെ ഈ ഒന്നും കേൾക്കാത്ത കുറേ പേരുകളായി ഇവരെ ജ്യൂസൊക്കെ കണ്ട ബ്ലാങ്ക്. പക്ഷെ പിള്ളേർക്ക് ഇതെല്ലാം അറിയാം. ഇവരൊക്കെ യൂട്യൂബ് കണ്ട് നോക്ക് ഗൈസ്. യോഗട്ട്, സീ സോൾട്ട്,
ജപ്പാനീസ് മാച്ച ബെൽജിയം ഐസ്ക്രീം ഡൽഹി എല്ലാം ഈ റെസ്റ്റോറൻറ്റ് ഇത് റോൾ ബണ്ണതായിരിക്കും വെജിറ്റേറിയൻ റോൾ ബൺ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ നമ്മൾ കേൾക്കാത്ത പേരുകളാണ് ഓക്കെ നാസിക് ബിരിയാണി ഇല്ലടി അന്ത പக்கம் ഇരിക്കും വാ പോല KFC മാക്ഡോണൽസ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമതാ പക്ഷെ ഇത് മനസ്സിലാവുന്നില്ല ഒന്ന് ജപ്പാനീസ് റെസ്റ്റോറൻറ്റ് ഓ മാൻ പ്രൈസ് ഭയങ്കര ഹെവി പ്രൈസിലായിരുന്നു അമ്മ പിന്നെ അങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റ് തിരക്കുള്ള ആ യാത്ര ഞങ്ങൾ തുടരുകയാണ്. നാളെ ബാക്കി ഇതിൻ്റെ പാട്ട് അപ്ലോഡ് ചെയ്യാം. മനസ്സിലാവില്ല അങ്കിരിക്കട